ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ എത്ര സംസാരിച്ചാലും തീരാത്തൊരു വലിയൊരു ടോപ്പിക്കാണ് ശരിക്ക് അവബോധം. അത് ഉള്ളിൽ നിന്ന് ശരിക്കും അതിന്റെ അവയർനെസ് വരുമ്പോഴാണ് നമ്മൾ ആരാണ്, നമ്മുടെ പ്രശ്നം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിന് സൊല്യൂഷൻ നമ്മൾ പോലും അറിയാതെ സൊല്യൂഷൻ ഉണ്ടാകുന്നു. നമ്മൾ പോലും അറിയാതെ സൊല്യൂഷൻ നമ്മളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? പലപ്പോഴും തോന്നാറില്ലേ, നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ചില കാര്യങ്ങൾ നടക്കുന്നു അല്ലെ? വിചാരിച്ചത് ചിലപ്പോൾ നടക്കണമെന്നില്ല. വിചാരിക്കാത്ത കാര്യങ്ങൾ വിചാരിക്കാത്ത സമയത്ത് വിചാരിക്കാത്ത വ്യക്തികൾ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളൊക്കെ ലൈഫിൽ സംഭവിക്കും. അത് പറയുന്നത്, പഠനം പറയുന്നത് ഉള്ളിലുള്ള പോസിറ്റീവായുള്ള ആ ഒരു അവയർനെസ് ആണ് അത് വർക്കൗട്ട് ചെയ്യുന്നത്, നമ്മൾ പോലും അറിയാതെ. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് അതിനെക്കുറിച്ച് അവെയർ ആവുകയാണെങ്കിൽ, തിരിച്ചറിയുകയാണെങ്കിൽ, അതേക്കുറിച്ച് ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, സ്വയം അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ, അതെ, അത് ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ അതിനെ ബോധപൂർവം വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം അത്രയും വലുതായിരിക്കും. നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മൾ എന്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലും, എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും, എല്ലാ കർമ്മത്തിന്റെയും ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ആ ശക്തിയെ അറിയലാണ്. ആ ശക്തിയെ നമ്മൾ തിരിച്ചറിഞ്ഞ് ആ സന്തോഷം അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കലാണ്. നമ്മളെന്ന അല്ലെ, നമ്മളെ പൊട്ടൻഷ്യൽ മാക്സിമം ചെയ്യുമ്പോൾ അല്ലേ, നമ്മളെ കഴിവുകൾ മാക്സിമം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സംതൃപ്തി ഉണ്ട് അല്ലേ? അപ്പൊ മനസ്സിലാവുന്നു, ഇതല്ല, ഇനിയും 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 ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും, ഇനിയും ഒരുപാട് ഒരുപാട് എനിക്ക് വളരാൻ പറ്റും എന്നൊരു ഉള്ളിൽ എന്നുള്ള ഒരു ഒരു തിരിച്ചറിവ് വരും. ഓക്കെ. അപ്പോ എന്താണ് ഈ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ? അത് യുണീക്ക് എബിലിറ്റി ഓഫ് ഹ്യൂമൻ ബീയിങ് എന്ന് പറയാം. മനുഷ്യന് മാത്രം ലഭിച്ച അതുല്യമായ കഴിവെന്നാണ് അതിനെ കുറിച്ച് ആദ്യം പറയുന്നത്. മറ്റൊരാൾക്കും ലഭിക്കാത്ത, മനുഷ്യന് മാത്രം നൽകപ്പെട്ട ഒരു യുണീക്കായുള്ള അതുല്യമായുള്ള കഴിവാണെന്ത്? ഈ അവബോധം. ടു ബി അവെയർ ഓഫ് ഇറ്റ് സെൽഫ്. നമ്മളെ അറിയാൻ, നമ്മുടെ സറൗണ്ടിങ്സിനെ അറിയാൻ, നമ്മളിലേക്ക് നോക്കാൻ, സെൽഫ് റിഫ്ലക്ഷൻ, നമ്മളെ നിരീക്ഷിക്കാൻ, നമ്മളുടെ മാറ്റങ്ങളെ അറിയാൻ അല്ലെ? അതൊരു ഇന്റൻഷനാലിറ്റി എന്ന് പറയാറുണ്ട്. ബോധപൂർവം ചേഞ്ച് ചെയ്യാൻ ഇന്റൻഷണൽ വെൽത്ത് എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ കേട്ടൊന്നും അറിയില്ല, ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട്. ഇന്റൻഷണൽ ലൈഫ് ആവണം. ഇന്റൻഷണൽ ലൈഫ് വരുന്നത് ഉദ്ദേശപൂർവം, ബോധപൂർവം. നമ്മൾ പറയാറുണ്ട്, ഈ ബോധപൂർവം എന്ന് പറയുന്നത് എവിടെ വരുന്നതാ? അവബോധത്തിൽ വരിക. ബോധപൂർവം ചെയ്യുക, ബോധത്തോടെ ചെയ്യുക, അറിഞ്ഞു ചെയ്യുക, മൈൻഡ്ഫുൾ ആയി ചെയ്യുക, മനസ്സാന്നിധ്യത്തോടെ ചെയ്യുക, ഈ നിമിഷത്തെ അറിഞ്ഞു ചെയ്യുക, ഈ നിമിഷത്തെ അതിന്റെ പൂർണ്ണതയിൽ അനുഭവിച്ച് ചെയ്യുക. അവിടെ ലൈഫ് എന്ന് പറയുമ്പോൾ ഈ നിമിഷം മാത്രമായി തീരുന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ജീവിതം എന്തായി തീരുന്നു? ഈ നിമിഷം മാത്രമായി തീരുന്നു. അല്ലെങ്കിലും ജീവിതം ഈ നിമിഷം മാത്രമല്ലേ? ഓരോ ഈ നിമിഷങ്ങളുമാണ് ജീവിതം. എങ്ങനെ? ദ പവർ ഓഫ് നൗ. ദ പവർ ഓഫ് നൗ എന്ന പുസ്തകത്തിൽ എക്കാർട്ട് ടോളെ പറഞ്ഞ സീരീസ് ഓഫ് പ്രസന്റ് മൊമെന്റ്സ്. ജീവിതം എന്ന് പറയുന്നത് തുടർച്ചയായുള്ള ഈ നിമിഷങ്ങളാണെന്ന്. എങ്ങനെ? മനസ്സിലാവുന്നുണ്ടോ? ജീവിതം എന്ന് പറയുന്നത് തുടർച്ചയായുള്ള ഈ നിമിഷങ്ങളാണ്. കഴിഞ്ഞ നിമിഷം, വരാനുള്ള നിമിഷം, ഇതെല്ലാം സങ്കല്പങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ തുടർച്ചയായുള്ള ഈ ഓരോ നിമിഷങ്ങളെയും അറിഞ്ഞു ജീവിക്കുന്നതിന്റെ പേരാണ് കോൺഷ്യസ്നെസ്. മനസ്സിലായോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? തുടർച്ചയായ ഈ ഓരോ നിമിഷങ്ങളെയും അറിഞ്ഞു ജീവിക്കുന്നതിന്റെ പേരാണ് കോൺഷ്യസ്നെസ്. ഈ നിമിഷത്തിൽ അതിന്റെ പൂർണ്ണതയെ അറിയുക, ഈ നിമിഷത്തിൽ സ്വയം അറിയുക അല്ലെ? അതാണ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്. കോൺഷ്യസ്നെസ് അതിന്റെ ഒരു പാർട്ടായിട്ട്, ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്
സെൽഫ് അവയർനെസ്. സെൽഫ് അവയർനെസ്സിലേക്ക് വരുമ്പോ എന്താ വരിക? കുറച്ചുകൂടെ ഡീപ്പായിട്ട് കുറച്ചും കൂടെ നമ്മുടെ തോട്ട്സിലേക്ക്, ചിന്തകളിലേക്ക്, ഇമോഷൻസ്, വികാരങ്ങളിലേക്ക്, എക്സ്പീരിയൻസസ്, 3 കാര്യങ്ങളാണ് വരിക. തോട്ട്സ്, ഇമോഷൻസ്, എക്സ്പീരിയൻസസ്. ചിന്തകളും വികാരങ്ങളും അനുഭവങ്ങളും. പ്രവൃത്തികൾ, ആക്ഷൻസ്, അതിൽ വരുന്നതാണ്. ഹാബിറ്റ്സ്, ശീലങ്ങൾ. ശീലങ്ങൾ, പ്രവൃത്തികൾ, സ്വഭാവങ്ങൾ, ഇതെല്ലാം വരുന്നത് ചിന്തകളിൽ നിന്നാണ്. ആ ചിന്തകൾക്ക് പവർ ഉണ്ടാവുന്നത് ഇമോഷൻസ്, ഫീലിങ്സ്, വികാരങ്ങളിൽ നിന്നാണ്. വികാരങ്ങളെയും ശീലങ്ങളെയും പെരുമാറ്റങ്ങളെയും സ്വഭാവങ്ങളെയും പ്രവൃത്തികളെല്ലാം സ്വയം അറിയാനുള്ള ഒരാളുടെ കഴിവാണ് സെൽഫ് അവയർനെസ്. അത് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാനുള്ള കഴിവ്. ആ പ്രവൃത്തിയാണ് റിസൾട്ട് ഉണ്ടാക്കുന്നത്, നമ്മുടെ പ്രവൃത്തികൾക്ക് അർത്ഥം ഉണ്ടാക്കുന്നത്, അല്ലെ? പ്രവൃത്തികൾക്ക് വാല്യൂ ഉണ്ടാവുന്നത്, അതിന് റിസൾട്ട് ഉണ്ടാവുന്നത് ഈ ഒരു ബോധത്തോടുകൂടി ചെയ്യുമ്പോഴാണ്. ഓരോ നിമിഷവും ഈ ബോധത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്, അല്ലെ? ഇന്നലെ എന്ത് സംഭവിച്ചു, നാളെ എന്ത് സംഭവിക്കും, ഇതാണ് ബഹുഭൂരിപക്ഷം ആളുകളുടെയും ചിന്ത, അല്ലെ? നമ്മൾ നോക്കും, നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ എവിടെയായിരിക്കും? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വയം നിരീക്ഷിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഒന്നുകിൽ നിങ്ങൾ ഇന്നലകളിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ നാളെകളായിരിക്കും, അല്ലെ? നാളെകളിലായിരിക്കും. ഇന്നലകൾ, നാളെകൾ, അല്ലെ? എന്നാൽ ഇന്നിൽ, ഈ നിമിഷത്തിൽ ആയിരിക്കുക എന്നുള്ളതാണ് അവബോധം. അത് നമുക്ക് സാധിക്കും. അതാണ് ഇന്റൻഷനലിസം. എന്താ? ഇന്റൻഷനലി, അതാണ് ബോധപൂർവം, അല്ലെങ്കിൽ ഡെലിബറേറ്റ്ലി, ബോധപൂർവം ഉണർത്തിക്കൊണ്ടേയിരിക്കുക. ബോധപൂർവം സ്വയം ഉണർത്തിക്കൊണ്ടേയിരിക്കുക. എന്ത്? നമ്മളെ സ്വയം ഈ നിമിഷത്തിൽ, ഞാൻ ഇപ്പോൾ ഇവിടെ, ഇതിന്റെ പൂർണ്ണതയിൽ ഞാൻ ജീവിക്കുന്നുണ്ട്. ശരി, ഈ നിമിഷത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഈ നിമിഷത്തിലാണ് ജീവിതം എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. ഇന്നലകളിലുമല്ല, നാളെയുമല്ല, ഈ നിമിഷമാണ് എൻ്റെ ജീവിതം. ജീവിതം എന്ന് പറയുന്നത് അത് ഈ നിമിഷമാണ്. അത് ഇന്നലെയുമല്ല, അത് നാളെയുമല്ല, അത് ഈ നിമിഷമാണ്. ഇതാണ് അതിന്റെ പൊരുൾ. ലോകത്ത് നാളെയെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച് ചിന്തിച്ചിട്ട് നിലവിലെ ജീവിതം നശിപ്പിക്കുന്ന ഒരേ ഒരു ജീവിവർഗമേ ലോകത്തുള്ളൂ. അതാരാ? നാളെയെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഇന്നത്തെ സുഖം നശിപ്പിക്കുന്ന ഒരേ ഒരു ജീവിവർഗം മാത്രമേ ഭൂമുഖത്തുള്ളൂ. അതാരാ? അതാരാണ്? മനുഷ്യന്മാരാണ്. അല്ലെ? നിങ്ങൾ ആലോചിച്ചു, മറ്റൊരാൾക്കും ഇല്ലല്ലോ അങ്ങനെ ഒരു പ്രശ്നം. നാളെ കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ലല്ലോ. നാളെ കുറിച്ച് ചിന്തിച്ചിട്ട് ഇന്നത്തെ ജീവിതവും കൊളാക്കുക, നാളത്തെ നാളെ കുറിച്ച് ചിന്തിച്ച് ആശങ്കപ്പെട്ടാൽ എന്താ സംഭവിക്കുക? നാളെയും പോയി, ഇന്നും പോയി. എല്ലാം എന്താ സംഭവിച്ചേ? രണ്ടും പോയി, എല്ലാം പോയി. എന്നാൽ ഇന്ന് ജീവിച്ചാൽ എന്താ സംഭവിക്കുക? ഇന്നിന്റെ പൂർണ്ണയിൽ ജീവിക്കാൻ എന്താ സംഭവിക്കുക? ഇന്നും ലഭിച്ചു, നാളെയും ലഭിച്ചു. അതാണ് ഇതിന്റെ ഭംഗി. അതാണ് ജീവിതം. അതാണ് ജീവിതത്തിന്റെ സൗന്ദര്യം. ഇന്നിനെയും അറിയുന്നു, നാളെയും അറിയുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കും, നാളെ എന്ന ഒന്ന് അത് ഇന്നാണ് അനുഭവിക്കുന്നത്. നാളെ എന്നുള്ള സങ്കല്പം മാത്രമാണെന്നും, അങ്ങനെ ഒരു നാളെ ഉണ്ടെങ്കിൽ അത് ഇന്നാണ് ഞാൻ അനുഭവിക്കുന്നത്. നാളെ അനുഭവിക്കില്ല, അല്ലെ? നാളെ അനുഭവിക്കില്ല. നാളെ എന്ന് പറയുന്നത് അനുഭവിക്കുമ്പോൾ അത് ഇന്നായി മാറുന്നു, അല്ലെ? നാളെ കാണാം എന്ന് പറഞ്ഞാൽ അങ്ങനെ നാളെ കാണാം, അങ്ങനെ ഒരു നാളെ ഇല്ല. കാരണം അങ്ങനെ കാണാം എന്ന് പറയുന്ന ആ ഒരു ഈ നിമിഷമുണ്ട്, അല്ലെ? അപ്പൊ ആ കാണാം എന്ന് പറയുന്നത് സംഭവിക്കുന്നത് നാളെയല്ല, ഇന്നാണ്, അല്ലെ? ഈ നിമിഷമല്ലേ? നാളെ കാണൂല, നാളെ ഒരാളും കാണാൻ പോകില്ല. കാരണം അങ്ങനെ നാളെയാണെങ്കിൽ നാളെ ആയി പോകില്ലേ? അങ്ങനെ നാളെ, അത് ഈ നിമിഷമാണ്. അത് ഈ വരാനുള്ള ഈ നിമിഷമാണ് എന്നാണ് തിരിച്ചറിയേണ്ടത്. ഈ വരാനുള്ള ഈ നിമിഷത്തെ, ഈ ഇന്നിൽ, ഈ നിമിഷത്തിന്റെ പൂർണ്ണതയിൽ ജീവിക്കുന്നതിന്റെ പേരാണ് കോൺഷ്യസ്നസ്. ഇവിടെ മറ്റൊരു മുൻവിധിയില്ല, മുൻധാരണയില്ല. എന്ത് സംഭവിക്കും, എന്ത് സംഭവിക്കില്ല എന്നതിനെ കുറിച്ച് ആശങ്കയില്ല.
ആശങ്കയുണ്ടാവുന്നത് ഈ ബോധമില്ലാതായിരിക്കും കേട്ടോ. ആശങ്ക ഉണ്ടാകുന്നപ്പോഴാണ്, ഈ ബോധം കുറയുമ്പോഴാണ് അല്ലെ നിരാശയുണ്ടാകുന്നത്, ടെൻഷൻ ഉണ്ടാകുന്നത്. ഈ നിരാശയും ടെൻഷനും ഉണ്ടാകുന്ന യഥാർത്ഥത്തിൽ ബോധമില്ലാത്തത് കൊണ്ട്. ബോധമുള്ളവർക്ക് പറഞ്ഞതല്ല ഇത്. ബോധമുള്ളവർ എന്നും ഹാപ്പി ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? എന്റെ ചോദ്യം. ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ബോധമില്ല എന്നാണ്. കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ. എന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോധമില്ല. എന്ത് ബോധമില്ല? എന്ത് ബോധമല്ല? ഈ നിമിഷത്തിൽ ഇപ്പോൾ ജീവിക്കുന്നു എന്ന ബോധമില്ല. അതുകൊണ്ട് അസ്വസ്ഥ വരുന്നത് അല്ലേ? അപ്പോ അത് കുറ്റമല്ല കേട്ടോ. അത് കുറ്റമല്ല. ഇടക്ക് ബോധം പോകും. ഞാനിടക്കും ഈ പറഞ്ഞ ഞാനും പൂർണ്ണനൊന്നുമല്ല. ഇടക്ക് നമ്മൾ അങ്ങോട്ട് മൈൻഡ് പോകും. ഇറ്റ്സ് ഓക്കെ. പക്ഷെ പോകുന്നതല്ല പ്രശ്നം, തിരിച്ചു വരാത്ത പ്രശ്നം. പോകുന്നത് പ്രശ്നമല്ല, അത് മനുഷ്യന്മാർക്ക് പോകും. ഈ ബോധം ഇടക്കൊക്കെ പോകും, ഇടക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടും. ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് കോൺഷ്യസ്ലി, അതാണ് കോൺഷ്യസ്ലി തിരിച്ചു വരാൻ കഴിയണം. കോൺഷ്യസ്ലി, ബോധപൂർവം. ആ വീട്ടിൽ തന്നെ കോൺഷ്യസ്നസ്, അവബോധം. നമ്മൾ തന്നെ നമ്മളെ അതിലേക്ക് കൊണ്ടുവരിക. ദാറ്റ് ഈസ് അവർ ചോയ്സ്. ദാറ്റ് ഈസ് അവർ ചോയ്സ്. എന്താണ് ഇന്റൻഷനാലിറ്റി എന്ന് പറഞ്ഞതാണ്. ദാറ്റ് ഈസ് അവർ ചോയ്സ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ അതുപോലെ ആ പ്രസന്റ് മൊമെന്റിലേക്ക് ബോധപൂർവം കൊണ്ടുവരാൻ പറ്റും അല്ലെ? ബോധം കുറയുമ്പോൾ അന്തം കുറയുന്നു, ബോധം കൂടുമ്പോൾ അന്തം വെക്കുന്നു. അതാണ് അല്ലെ മലയാളത്തിൽ പറഞ്ഞ. ഇതിന്റെ പച്ച മലയാളത്തിൽ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കില്, ബോധം കൂടുമ്പോൾ അന്തം കൂടുന്നു. ഇല്ലെങ്കിൽ അന്തം, എന്താ നീ അന്തം വിട്ട് നടക്കുന്നത്? ബോധമില്ലെന്ന് ചോദിക്കാറില്ലേ അല്ലെ? ആ ബോധത്തിലേക്ക് എത്തുക. അപ്പൊ എന്ത് പ്രശ്നം വന്നാലും, എന്ത് പ്രയാസം വന്നാലും നമുക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടുവരാൻ പറ്റും. ചിലപ്പോൾ നെഗറ്റീവ് ആകും. ഇറ്റ്സ് ഓക്കെ. അല്ല, അത് തെറ്റല്ല. ഞാൻ പറഞ്ഞില്ലേ, അവിടെയാണ് ചില ആൾക്കാർക്ക് എന്താ സാർ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എനിക്ക് നെഗറ്റീവ് വരും. കുറച്ച് വരും. എല്ലാവർക്കും എപ്പോഴും വരണമെന്നല്ല പറയാം. ചിലപ്പോ കുറേശ്ശൊക്കെ വരും. ചിലർക്കൊക്കെ വളരെ കുറച്ചായിരിക്കും, ചിലർക്ക് കുറച്ച് കൂടുതലുണ്ടാവും. ഇത് ഏതൊരു അടിസ്ഥാനത്തിലാണ് സംഭവിക്കുന്നത്? ബോധത്തിന്റെ ലെവൽ അനുസരിച്ചാട്ടോ. കോൺഷ്യസ്നസ് ലെവൽസ് എന്ന് പറയും. കോൺഷ്യസ്നസ് ലെവൽസ്, ബോധത്തിന്റെ ലെവൽ അനുസരിച്ച്. ഒന്നും കൂടെ പറഞ്ഞാൽ, ഹയർ കോൺഷ്യസ്നസ് ഉണ്ട്, ലോവർ കോൺഷ്യസ്നസ് ഉണ്ട്. ശരിക്കും മനസ്സിലാക്കണേ. എന്താണ് ഹയർ കോൺഷ്യസ്? ഉന്നത ബോധതലമുണ്ട്, താഴ്ന്ന ബോധതലമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഉന്നത ബോധതലമുണ്ട്, താഴ്ന്ന ബോധതലമുണ്ട്. താഴ്ന്ന ബോധതലത്തിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പൊ താഴ്ന്ന ബോധതലത്തിൽ നിന്ന് ഉന്നത ബോധതലത്തിലേക്ക് നമുക്ക് എത്തേണ്ടതുണ്ട്. അതിന് കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞാൽ, ലോവർ സെൽഫ്, ഹയർ സെൽഫ്. കേട്ടില്ലേ നിങ്ങള്? നമ്മുടെ ഉള്ളിൽ തന്നെ മാലാഖയുമുണ്ട്, പിശാചുമുണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ നമ്മുടെ ഉള്ളിൽ തന്നെ മാലാഖയുമുണ്ട്, പിശാചുമുണ്ട് എന്ന്. അത് അതിനെ പറയുന്ന പേരാണ് എന്ത്? ലോവർ സെൽഫുമുണ്ട്, ഹയർ സെൽഫുമുണ്ട് എന്നതിന്റെ അർത്ഥം. ലോവർ സെൽഫിന് നമ്മൾ പറയുന്ന പേരാണ് പിശാച് എന്ന് പറയുന്നത്. ഹയർ സെൽഫിന് പറയുന്ന പേരാണ് മാലാഖ എന്നുള്ളത് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഹയർ സെൽഫിലേക്ക് നമുക്ക് ഉയരാൻ പറ്റും. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും മാലാഖമാരാണ്. അറിയോ നിങ്ങൾക്ക്? എത്ര പേർക്ക് അറിയാതെ? യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും മാലാഖമാരാണ്. നമ്മളൊരു മാലാഖയുണ്ട്. പക്ഷെ ആ മാലാഖയെ അറിയാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലോവർ സെൽഫിലേക്ക് പോകുന്നു അല്ലെ? ആ മാലാഖയെ, നമ്മളെ ഉള്ളിലെ മാലാഖയെ തിരിച്ചറിയുക അല്ലെ? നമ്മളുടെ ഉള്ളിലെ മാലാഖയെ തിരിച്ചറിയാം. ആ മാലാഖയെ തിരിച്ചറിയാനുള്ള യാത്രയുടെ പേരാണ് അല്ലെ ജേർണി ടുവാർഡ്സ് കോൺഷ്യസ്നസ്, ജേർണി ടുവാർഡ്സ്
ഫുൾഫിൽമെന്റ്. ഉള്ളിൽ ആ പ്യൂരിഫിക്കേഷൻ നടത്തി, ആ ശുദ്ധീകരണം നടത്തി, ആ ഉള്ളിലെ മാലാഖയെ തിരിച്ചറിയാനുള്ള യാത്രയാണ് ജീവിതം. അതാണ് ജീവിതം. നിങ്ങളത് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ്, അല്ലെ? നമ്മളത് ശ്രമിക്കുന്നുണ്ടോ? നമുക്കത് പറ്റും. നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് നമുക്കത് സാധിക്കും. അവിടെയാണ് അഫർമേഷൻ കൊടുക്കേണ്ടത്. അവിടെയാണ് അഫർമേഷന്റെ പ്രാധാന്യം. എന്താണ്? എനിക്കതിന് പറ്റും, എനിക്കതിന് സാധിക്കും. നിരന്തരമായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇത് വേറെ ആരും ഉത്തരവാദിത്തമല്ല. മറ്റുള്ളവർക്ക് അതിന് സഹായിക്കുന്നതിൽ പരിധി ഉണ്ടാകും, സഹായിക്കേണ്ടി വരും ചിലപ്പോ. ഇറ്റ്സ് ഓക്കെ. എന്നാലും അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. സ്വയം സെൽഫിന്റെ ഉത്തരവാദിത്തമാണ്. മറ്റാരും കൊണ്ടു തരുന്ന ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. കിട്ടിയാൽ സന്തോഷം, ഇല്ലെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഓക്കെ. മറ്റുള്ള സപ്പോർട്ട് കിട്ടാതിരിക്കാം. അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. കാരണം അത് സെൽഫ് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ എന്നെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. അതാണ് ആ തിരിച്ചറിവ്. എന്നെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ ലോവർ സെൽഫിൽ നിന്ന് ഹയർ സെൽഫിലേക്ക് എന്നെ ഉയർത്തേണ്ടതുണ്ട്. ദാറ്റ് ഈസ് മൈ ഓൺ റെസ്പോൺസിബിലിറ്റി. അതെന്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്നൊരു തിരിച്ചറിവ് ശക്തിയിലേക്ക് നമ്മൾ വളരണം. മനസ്സിലായോ? സോർണോ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ചിലപ്പോ കുറച്ച് പുതിയ ആളുകൾ ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മൾ കോഴ്സ് പങ്കെടുത്ത ക്ലാസ് സ്ഥിരം കേൾക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അല്ലാത്ത ഇയാൾ എന്താ പറയുന്നത് തോന്നുന്നുണ്ടോ? എടോ, ജീവിതത്തിലെ സത്യങ്ങൾ ഞാൻ ഇങ്ങനെ പറയും, ഉറപ്പാണ്. ഞാൻ തിരിച്ചറിഞ്ഞ ലോകത്ത് പല ആളും തിരിച്ചറിയ സത്യങ്ങളെ ഉൾക്കൊള്ളാൻ നമ്മൾ മനസ്സ് നോപ്പണാക്കും. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എന്റെ ഉള്ളിലുള്ളത് ഷെയർ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഓൾ. യെസ്, പുതിയ ആളുകൾക്ക് അത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ തന്നെയില്ല ഈ ലോവർ സെൽഫിനെ തിരിച്ചറിഞ്ഞ് ഹയർ സെൽഫിലേക്കുള്ള യാത്ര, ജേർണി ടുവാർഡ്സ് കോൺഷ്യസ്നസ് ഫുൾഫിൽമെന്റ്. അതാണ് കേട്ടോ ജേർണി ടുവാർഡ്സ് ഫുൾഫിൽമെന്റ്. നമ്മൾ നേരത്തെ സംസാരിച്ച വിഷയമാണ്. നമ്മൾ കഴിഞ്ഞ ഒരു മാരത്തോൺ ട്രെയിനിങ്ങിൽ ഒരു ദിവസം സംസാരിച്ചാണ് ജേർണി ടുവാർഡ്സ് ഫുൾഫിൽമെന്റ്, അല്ലെ? 4 ദിവസം തുടർച്ചയായി സംസാരിച്ചിരിക്കുന്നു. EFT ഗുരു എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയാൽ എനിക്കത് കിട്ടും. പറ്റുമെങ്കിൽ കേൾക്കണം, റിപ്പീറ്റ് ചെയ്ത്. ജേർണി ടുവാർഡ്സ് ഫുൾഫിൽമെന്റ്, അതിൽ പറയുന്ന കാര്യം ഇതാണ്. അത് ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത് നിറവാണ് എന്നുള്ളതാണ്. നിറവാണ് എന്നുള്ള തിരിച്ചറിവ്. നമ്മൾ കുറവിലാണ് ജീവിക്കുന്നത്, അല്ലെ? നമ്മൾ മിക്ക ആളുകളും കുറവിലാണ് ജീവിക്കുന്നത്. എന്താണ്? ഇല്ലായ്മയും വല്ലായ്മയും പരാതിയുമാണ് ഭൂരിപക്ഷം ആളുകൾ നമ്മൾ കാണുന്നത്, അല്ലെ? നമ്മളെ കുറിച്ചല്ല പറയുന്നത്. നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ ഇല്ല ഇല്ല എന്നാ പറയുന്നത്. അതില്ല, ഇതില്ല, അതില്ല, ഇതില്ല. സമ്പത്തില്ല, ക്യാഷില്ല, നമ്മൾ ആഗ്രഹിച്ച പലതും ലഭിക്കുന്നില്ല, സമാധാനമില്ല, നാട് ശരിയല്ല, അല്ലെ? പഞ്ചായത്ത് ശരിയല്ല, അല്ലെ? പഞ്ചായത്ത് പ്രസിഡന്റ് ശരിയല്ല, കേരളം ശരിയല്ല, രാജ്യം ശരിയല്ല, ലോകം ശരിയല്ല. ഇല്ല 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 ഇല്ല. ദിസ് ഈസ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോൺഷ്യസ്നെസ്സിൽ നമ്മൾ അകന്നകന്നകന്നകന്നകന്ന് ലോവർ സെൽഫിന്റെ പടുകുഴിയിലേക്ക് പോകുന്നു. ഒരിക്കലും ഉയരാനും വളരാനും പറ്റാത്ത വിധം അതെ പാതാളക്കരണ്ടി കൊണ്ടുവന്നാലും കിട്ടാത്തത്രയും താഴേക്ക്, അല്ലേ, അധപ്പതിച്ച് പോകുന്നതിന്റെ പേരാണത് ലോവർ സെൽഫ്. അതാണ് ഒരു രക്ഷയുമില്ല. യഥാർത്ഥത്തിൽ അതിൽ നിന്ന് തിരിച്ചു വരാൻ സാധിക്കും എന്നുള്ള ബോധം നമ്മൾ ലോകത്തെ പഠിപ്പിക്കണം. എൻ്റെ ആഗ്രഹം അതാണ്. ഒരു രക്ഷയുമില്ലാത്ത സാഹചര്യം ചില ആൾക്കാർ പറയാറുണ്ട്. സാറേ, ഒരു രക്ഷയില്ല, കഴിഞ്ഞു, തീർന്നു. നോ, അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. അത് കേവലം നിങ്ങളുടെ മിഥ്യാസങ്കല്പമാണ്. അതിന് പേര് മിഥ്യാബോധം എന്നാട്ടോ. ലോവർ സെൽഫിന്റെ പേരെന്താ അറിയോ? മിഥ്യാബോധം. നോട്ട് ചെയ്തോളൂ പറ്റുകയാണെങ്കിൽ. ലോവർ സെൽഫിന്റെ പേര് മിഥ്യാബോധം എന്നുള്ളത്. ഇതൊക്കെ ഞാൻ എൻ്റെ ഇൻഡ്യൂഷനിൽ എനിക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറയുന്നതാണ്. അപ്പോ ഹയർ സെൽഫ് എന്താണ്? സത്യബോധം. ക്ലിയർ അല്ലേ? ലോവർ സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താ? മിഥ്യാബോധമാണ്. ഇരുട്ടാണ് ഇവിടെ. അവിടെ ഫുള്ളി ഇരുട്ടാണ്. ഇരുട്ടിൽ തപ്പാണ്. എന്താണ് ആ ഇരുട്ടിൽ എന്തൊക്കെ വരുന്നുണ്ട്? ആ ഇരുട്ടിൽ ടെൻഷൻ വരുന്നു, ഡിപ്രഷൻ വരുന്നു, ആങ്സൈറ്റി വരുന്നു, അല്ലെ?
ആവശ്യമില്ലാത്തത് വരുന്നു. അത് റിയാലിറ്റി അല്ല, അത് നമുക്ക് വേണ്ടതല്ല, അതിൽ സത്യമില്ല. സത്യം എപ്പോഴും വെളിച്ചമാണ്, സ്നേഹമാണ്, സമ്പൂർണ്ണാരോഗ്യമാണ്, സമാധാനമാണ്, സ്നേഹമാണ്, വിശുദ്ധിയാണ്, ആത്മസംതൃപ്തിയാണ്, നിറവാണ്. മനസ്സിലായില്ലേ? അതാണ്. മറ്റതെല്ലാം ഇരുട്ടാണ്, മറ്റതെല്ലാം ഇരുട്ടാണ്. പക്ഷെ നമ്മൾ പറയുന്നു അങ്ങനെ ഇരുട്ടുണ്ട്. കാരണം എന്താ? വെളിച്ചം കാണാത്തത് കൊണ്ടാണ് നമ്മൾ ഇരുട്ട് കാണുന്നത്. വെളിച്ചം കാണുന്നവർ ഒരിക്കലും ഇരുട്ട് കാണുന്നില്ല. വെളിച്ചത്തിലേക്ക് ശ്രദ്ധിക്കുക. വെളിച്ചത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റണം. വെളിച്ചത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റണം. അതാണ് ഈ വെളിച്ചത്തിലേക്ക് ബോധപൂർവം നമ്മളെ കൊണ്ടുവരിക. വെളിച്ചമുള്ള ഇടത്തൊക്കെയല്ലേ എന്ത് വരിക? പാറ്റയും അങ്ങനല്ല മറ്റു ജീവികളൊക്കെ വെളിച്ചം തേടി വരുന്നത് കണ്ടിട്ടില്ലേ? എല്ലാവരും വെളിച്ചം തേടുകയാണ് അല്ലെ? ഇരുട്ടിൽ ആരും നിൽക്കാൻ ഇഷ്ടമില്ല, ആർക്കും ഇരുട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ല. ചെറുജീവികൾ മുതൽ വലിയ ജീവികൾ വരെ തേടുന്നത് വെളിച്ചമാണ്. ആ വെളിച്ചത്തിലേക്കുള്ള യാത്രയാണ്. അപ്പൊ ഇരുട്ടിൽ നിന്നുള്ള ആ യാത്ര, നമ്മൾ പറയുന്ന ഇരുട്ടെന്ന് പറയുന്നത് ബോധമില്ലായ്മ, അന്തമില്ലായ്മ, തിരിച്ചറിയില്ലായ്മ അല്ലെ? ആ തിരിച്ചറിയില്ലാത്തത് കൊണ്ട് ടെൻഷൻ ലോകത്ത് ജീവിക്കുന്നു. ഇത്രയും മനോഹരമായ ജീവിതം ലഭിച്ചിട്ട് നല്ലത് കാണാതെ കുറ്റവും കുറവും മാത്രം കാണുന്ന മനസ്സുണ്ടോ? നിങ്ങൾ ലോവർ സെൽഫിലാണ്, പടുകുഴിയിലാണ്. നന്മ കാണാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ ലോവർ സെൽഫിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതിൽ പെടുന്നു? ഏതിൽ പെടുന്നു? ലോവർ സെൽഫിലാണോ ഹയർ സെൽഫിലാണോ? ലോവർ സെൽഫിൽ നിന്ന് ഹയർ സെൽഫിലേക്ക് യാത്രയിലാണോ? യാത്രയിലായിരിക്കും അല്ലെ? കൂടുതൽ ആൾക്കാരും നമ്മളൊക്കെ യാത്രയിലാണ്, ഹയർ സെൽഫിലേക്കുള്ള യാത്രയിലാണ്. യാത്ര ഇങ്ങനെ, അത് നമ്മുടെ ഉള്ളിലേക്കുള്ള യാത്രയാണ്. നമ്മുടെ ഉള്ളിലേക്കുള്ള യാത്ര, ഉള്ളു തേടിയുള്ള യാത്ര, ഉള്ളു തേടിയുള്ള യാത്ര, ഉള്ളിലെ വിശുദ്ധി തേടിയുള്ള യാത്ര, ആ പ്യൂരിറ്റി തേടിയുള്ള യാത്ര, ആ വെളിച്ചം തേടിയുള്ള യാത്ര. ക്ലിയർ അല്ലേ? ആ വെളിച്ചം ഇങ്ങനെ നമ്മൾ തിരിച്ചറിയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നു, ഓ ശരിക്കും ഇതായിരുന്നു അല്ലേ ഞാൻ. മനസ്സിലായില്ലേ? എങ്ങനെ? അപ്പൊ നമുക്ക് മനസ്സിലാവുന്നു, ശരിക്കും ഇതായിരുന്നു അല്ലേ ഞാൻ. അപ്പൊ ഇതുവരെ എന്നെ കുറിച്ച് ഞാൻ വിചാരിച്ചതെല്ലാം മണ്ടത്തരങ്ങളായിരുന്നു. അതാണ് തിരിച്ചറിവ് കേട്ടോ. അവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ തിരിച്ചറിവ് എന്താ? ഓഹോ, ഇതായിരുന്നു അല്ലേ ഞാൻ. അപ്പൊ ഇതുവരെ ഞാൻ എന്നെ കുറിച്ച് ചിന്തിച്ചതോ അത് വെറും മണ്ടത്തരായിരുന്നു എന്ന് മനസ്സിലാകും. അപ്പൊ ടെൻഷനോ അതൊക്കെ അല്ലേ? ഇപ്പൊ നമ്മൾ കോഴ്സ് ചെയ്ത ആൾക്കാർ ചോദിച്ചാൽ അതൊക്കെ സാർ എന്നോ പോയില്ലേ, അതൊന്നും ഇല്ലല്ലോ, ഇപ്പോ ആ കാലം കഴിഞ്ഞു പോയില്ലേ. അതായിരുന്നു ഞാൻ അന്ന് ലോവർ സെൽഫിലായിരുന്നു. ഇന്നിപ്പോ ഹയർ സെൽഫ് കുറച്ച് മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? സ്വർണ്ണോ അല്ലെ? നമ്മള് കുറെ മുമ്പ് എങ്ങനെയായി നമ്മൾ ക്ലാസ് കേൾക്കുന്നതിന് മുന്നേ? ഓഹോ, ഇപ്പൊ ആലോചിക്കുമ്പോ ശരി വരുന്നുണ്ടല്ലേ? എന്തൊരു മണ്ടത്തരല്ലേ, അന്ന് ഞാൻ എന്തൊക്കെയാ പറഞ്ഞേ, അന്ന് ഞാൻ എന്തൊക്കെയാ ചെയ്ത് കൂട്ടിയത്. ഇരുന്ന് ചിരിക്കും ഇപ്പോ. എന്തൊരു മണ്ടനായിരുന്നല്ലേ ഞാൻ, അല്ലെ? തോന്നിയിട്ടില്ലേ? ഹയർ സെൽഫിലെത്തുമ്പോ തിരിഞ്ഞു നോക്കുമ്പോ സ്വയം മണ്ടത്തരം ആലോചിച്ച് ചിരിക്കുന്നതാണ്, ഊറി ഊറി ചിരിക്കുന്നതാണ് സ്വയം മണ്ടത്തരം ആലോചിച്ച്. അങ്ങനെ ഒരു അവസ്ഥ വരാണ്ട് നമുക്ക് കേട്ടോ. മുമ്പ് നമ്മൾ കരഞ്ഞിങ്ങനെ ഭയങ്കര പ്രശ്നമായിട്ടിരുന്ന സംഭവമൊക്കെ പിന്നെ ആലോചിക്കുമ്പോ ഞാൻ എന്ത് മണ്ടനായിരുന്നില്ലേ. ഇത്രയും സിമ്പിൾ ആയുള്ള കാര്യം. അന്ന് സിമ്പിൾ അല്ല, അന്ന് തലയിൽ ഇത് ഇങ്ങനെ ഭയങ്കര ഭാരമായിട്ടുള്ള സാധനം. അപ്പൊ മനസ്സിലായി ഇത് വെറും മിഥ്യയാണ്, ഇത് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ വെറുതെ എന്റെ ജീവിതം കഴിഞ്ഞ കാലം പാഴാക്കി പോയി. പക്ഷെ പാഴാക്കി പോയി എന്ന് ചിന്തിക്കണ്ട. ഹയർ സെൽഫിലെത്തുമ്പോ പാഴാക്കി പോയി എന്നില്ല, എല്ലാം തിരിച്ചറിവിലേക്ക് യാത്ര മാത്രമായിരുന്നു. പാഴായിട്ടൊന്നുമില്ല കേട്ടോ, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ആർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. തിരിച്ചറിയാനുള്ള യാത്രയിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? നമുക്ക് ആ നമ്മളെല്ലാം, ഞാനടക്കം നമ്മളെല്ലാവരും അങ്ങനെ ലോവറിൽ കുറെ കളിച്ച് ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ച ആൾക്കാരാണ് അല്ലേ? വെറുതെ കിടന്ന് ടെൻഷൻ അടിച്ചിട്ട് നമ്മളൊക്കെ, ഞാനടക്കം. പിന്നെ മനസ്സിലായേ ഇത് ഇത്രയൊക്കെ ഉള്ളൂ, ഇതില് വലിയ കാര്യമൊന്നുമില്ല അല്ലേ? ഞാൻ വെറുതെ ടെൻഷൻ അടിച്ചു പോയിട്ടുണ്ട്, ഒരു കാര്യമില്ല. ഇതാണ് എന്റെ റിയാലിറ്റി, ഇതാണ് എന്റെ സത്യം അല്ലേ? ഇതാണ് തിരിച്ചത്. ഇതാണ് അവിടെ എന്താ സംഭവിക്കാൻ? അവിടെ നമുക്ക് ഒരു നോൺ ജഡ്ജ്മെന്റൽ മൈൻഡ് സെറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. കേട്ടോ നിങ്ങളെ?
അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നോൺ ജഡ്ജ്മെന്റൽ മൈൻഡ്സ്, അല്ലെങ്കിൽ എന്താ പറയാ, എവറിത്തിങ് വിത്തൗട്ട് ജഡ്ജ്മെന്റ് എന്നുള്ളതാണ്. എവറിത്തിങ് വിത്തൗട്ട് ജഡ്ജ്മെന്റ്, മുൻവിധി ഇല്ലാതെ എല്ലാത്തിനെയും നോക്കി കാണാനുള്ള കഴിവ് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. ഇല്ല, എങ്ങനെയല്ലേ, ശരിക്കും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മുൻവിധി ഉണ്ടാവില്ല. ഇപ്പൊ ഈ സ്ക്രീനിൽ കുറെ ആൾക്കാർ കാണുന്നുണ്ടേ, എന്താ ഇപ്പൊ അയാൾ അങ്ങനെ ഇരിക്കുന്നത്, അയാൾക്ക് ബെഡില്, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ ഒന്ന് നേരെ സീറ്റിൽ ഇരിക്കാൻ, ആ ബെഡിൽ കടന്ന ക്ലാസ് കേൾക്കണേ എന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പറയും, എന്തിന് നല്ലതാണെന്ന് പറയും, പക്ഷെ എനിക്കത് പരാതിയും പരിഭവമൊന്നുമില്ല കേട്ടോ. എന്റെ ഉള്ളിലെ നല്ല ഫീലോടുകൂടെ ഞാൻ പറയുള്ളൂ നിങ്ങൾ വരിയത്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു നെഗറ്റീവ് ഫീലോട് കൂടെ എനിക്ക് അങ്ങനെ നോക്കാൻ കഴിയില്ല. അങ്ങനെ നോക്കിയാൽ ഞാൻ ലോവർ സെൽഫിലേക്ക് പോകും. അവര് ചിലപ്പോൾ കിടന്നിട്ടായിരിക്കും, അല്ലെ, ചിലപ്പോൾ നടന്നിട്ടായിരിക്കും, അത് അവരുടെ ചോയ്സ് അങ്ങനെയാണ്. എന്നാൽ ഞാൻ പറയും, നിങ്ങളിത് വരി, നിങ്ങൾ ഫ്രഷ് ആയിരിക്കേ, ഞാൻ എന്തായാലും നിങ്ങളവിടെ ഇരിക്കി കണ്ടില്ലേ, കുട്ടപ്പനായിട്ട് ഒരുക്കിയിട്ട് നിങ്ങളെ മുന്നിൽ എന്തൊക്കെ പറ, അപ്പൊ എനിക്കൊരു എനർജി നൽകി ഞാൻ പറയും, അത് വേറെ വിഷയം. പക്ഷെ വന്നില്ലേ, ഐ ഡോണ്ട് കെയർ, ഞാൻ കെയർ ചെയ്യില്ല. ബിക്കോസ് ഞാൻ അതെന്നെ ഫോക്കസ് ചെയ്താൽ ലോവർ സെൽഫിലേക്ക് പോകും. അപ്പൊ ജഡ്ജ്മെന്റേഷൻ എന്താ? എന്താ ഇയാൾ ഇങ്ങനെ പറഞ്ഞാ കേൾക്കാത്തത്, ഇയാൾക്ക് എന്താ നന്നായിക്കൂടെ, അങ്ങനെ ചിന്ത വന്നാൽ ഡും താഴോട്ട് ബും, ആ ചിന്ത വന്നോ അടിക്ക് ഡും ലോവർ സെൽഫിലേക്ക്. ക്ലിയർ ആണ് ഞാൻ പറയുന്നത്? ഒരൊറ്റ ചിന്ത മതി കേട്ടോ, ഒരാളെ കുറിച്ച് ഒരൊറ്റ ചിന്ത, ഇയാൾക്ക് എന്താ നന്നായിക്കൂടെ, ചിന്ത വരുന്നുണ്ടോ ഉള്ളിൽ, നിങ്ങൾ ലോവർ സെൽഫിലേക്ക് താന്നോ, നിങ്ങൾ ചിന്തിക്കാൻ അതിന് യോഗ്യനല്ല, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല. അയാൾ അങ്ങനെയായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയണം, അല്ലെ? നമ്മൾ എങ്ങനെയായിരുന്നു സ്വയം ചിന്തിച്ചു നോക്കൂ. ഇപ്പോഴല്ലേ നമ്മള്, ക്ലിയർ അല്ലേ, ഇപ്പോഴല്ലേ നമ്മൾ എങ്ങനെയായത്, നമ്മൾ എങ്ങനെയായിരുന്നു, നമ്മൾ മുമ്പ് എങ്ങനെയായിരുന്നു അതേ അവസ്ഥയിലാണ് ഇപ്പോൾ അയാളുള്ളത്, അത് മനസ്സിലാക്കിയാൽ മതി, അല്ലെ? അത്ര ഉള്ളൂ അല്ലേ? അവർക്ക് മാറ്റം വരും, അവർക്ക് ഈ ഹയർ സെൽഫിലേക്ക് അവരും എത്തും, അവർ യാത്രയിലാണ്, ഓരോരുത്തരും അവരുടേതായുള്ള ഹയർ സെൽഫിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ, മനസ്സിലാക്കുക. ഇവിടെ ഏറ്റവും വലിയ സത്യം ഞാൻ പറയുന്നത്, ഓരോ മനുഷ്യരും ഹയർ സെൽഫിലേക്കുള്ള ജേർണിയിലാണ്. പക്ഷെ ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട് എന്ന് പറയും, അല്ലെ? സമയമല്ല, അത് സമയം എന്ന് ആ ഒരു ഫ്രീക്വൻസി മാച്ച് ആവുന്ന ഒരു നിമിഷമാണ്. ആ സമയത്ത് അവരെത്തും, ആ ഒരു മാച്ചിങ്. നമ്മൾക്ക് അങ്ങനെയല്ലേ, കുറേ ആയിട്ട് അന്വേഷിച്ച് നടന്നപ്പോ ഇങ്ങനെ മോർണിംഗ് ക്ലാസ്സിൽ ലിങ്ക് കിട്ടി, അല്ലേ? അങ്ങനെ കേട്ട് എന്ത് ചെയ്തു, ആ മതി, ഇതിലെന്തോ ഉണ്ട്, കോഴ്സിൽ ജോയിൻ ചെയ്തു. അങ്ങനെ വീണ്ടും ചെയ്ത് പ്രാക്ടീസ് ചെയ്തപ്പോ എന്ത് ചെയ്തു, അഡ്വാൻസിന് വന്നു. അങ്ങനെ വീണ്ടും ചെയ്തപ്പോ വീണ്ടും മീറ്റപ്പിന് വന്നു. അങ്ങനെ ഇങ്ങനെ കേറി വരിക ചെയ്യാം. ഈ യാത്ര അങ്ങനെയാണ്, പതിയെ കയറി വന്നു വരും എന്നുള്ളതാണ്. ഓക്കെ, ദിസ് ഇസ് എ ജേർണി ടുവാർഡ്സ് എന്താണ്, ഹയർ സെൽഫ്. ലോവർ സെൽഫിൽ നിന്ന് ഹയർ സെൽഫിലേക്കുള്ള ജേർണി ഇതാണ്. ഒരു 30 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, ക്ലിയർ അല്ലേ? പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായോ? പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? യെസ്, പൊരുൾ മനസ്സിലാവുന്നുണ്ടല്ലോ. വെരി ഗുഡ്. എവിടെയാണ് നോൺ ജഡ്ജ്മെന്റൽ മൈൻഡ് സെറ്റ്, മുൻവിധി ഇല്ലാത്ത മനസ്സ്, എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയുന്ന മനസ്സ്. മനസ്സിലായില്ലേ? നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എല്ലാവരെയും അവിടെയാണ് അൺകണ്ടീഷണൽ ലവ് എന്ന സാധനം വരുന്നത്. നിരുപാധികം സ്നേഹിക്കാൻ കഴിയുന്ന മനസ്സ് എന്ന് അവിടെയാണ്. കോൺഷ്യസ്നസിന്റെ മൂർത്തിഭാവമാണത്, അവബോധത്തിന്റെ ഉന്നത തലം. എന്ത്? അൺകണ്ടീഷണൽ ലവ്, എല്ലാവരെയും
സ്നേഹത്തിന്റെ കണ്ണുകൊണ്ട് മാത്രം നോക്കി കാണാൻ കഴിയാൻ, അല്ലെ? എല്ലാവരെയും അങ്ങനെ നോക്കി കാണാൻ കഴിയും, അല്ലെ? ആ വിശുദ്ധിയാണത്. എല്ലാവരോടും നിരുപാധികം ഫർഗീവ് ചെയ്യാൻ പറ്റും, ഫർഗീവിങ് മൈൻഡ് സെറ്റ്. ഞാരെങ്കിലും ഭാഗത്ത് അസ്വസ്ഥ കാണുകയാണെങ്കിൽ അവരോടൊക്കെ നിരുപാധികം വിട്ടുകൊടുക്കാൻ കഴിയും, ഫർഗീവിങ് മൈൻഡ് സെറ്റ്, അല്ലെ? നോൺ ജഡ്ജ്മെന്റൽ, മുൻവിധിയില്ലാത്ത, മുൻധാരണയില്ലാത്ത, അവരെന്താ ഇങ്ങനെ എന്നുള്ള ചിന്ത പോലും വരാത്ത. ഇനി അഥവാ ചിന്ത വന്നാൽ അതിനെ തിരിച്ചറിഞ്ഞ് ഉടനെ കറക്റ്റ് ചെയ്യും. അങ്ങനെ ചിന്തിക്കരുത്, ജസ്റ്റ് വെയിറ്റ്, ആവശ്യം. അങ്ങനെയൊരു സെൽഫ്, അതാണ് റിയാലിറ്റി. സത്യബോധം, സ്വത്വബോധം, പരമബോധം, ആത്മബോധം എന്നൊക്കെ പറയാം. ക്ലിയർലി? ഇതാണ് എൻ്റെ ഉള്ളിൽ ഉള്ള ഈ ബോധം. ഇത് തന്നെയാണ് മറ്റുള്ളവരുടെ ഉള്ളിലും ഉള്ളത്. ഞാനും മറ്റുള്ളവർ തമ്മിൽ വ്യത്യാസമില്ല എന്ന് തോന്നും. എങ്ങനെ? അവിടെയാണ് ഈഗോ ഇല്ലാതായി തീരുന്നത്. മനുഷ്യന്റെ ഈഗോ നശിക്കുന്നു എന്നുള്ളതാണ്. ഈ ഹയർ സെൽഫിനെ അറിയും തോറും ഈഗോ ഇല്ലാതായി തീരും കേട്ടോ. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഈ ഈഗോ കയറി വരുന്നു, അല്ലെ? ഞാൻ എന്നുള്ള ആ സാധനം കയറി വരും. അവിടെ മനസ്സിലാക്കുന്നു അങ്ങനെ ഒരു ഞാനില്ല, അങ്ങനെ ഒരു പ്രത്യേക ഞാനൊന്നുമില്ല. മറ്റുള്ളവരെന്താണോ അത് തന്നെയാണ് ഞാൻ എന്താണോ അത് തന്നെയാണ് മറ്റുള്ളവർ. മനസ്സിലായോ? അവരെക്കാളും മറ്റൊരു പ്രത്യേകത എനിക്കില്ല, എന്നെക്കാളും മറ്റൊരു പ്രത്യേകത അവർക്കും ഉണ്ടാവില്ല, അല്ലെ? ചില പ്രത്യേകതകൾ പുറമേ കാണുന്നത് ചില ഡിഫറൻസ് ഫോംസ് ഓഫ് എന്താണ് സെയിം സെൽഫ് എന്ന് പറയുന്നത്. ഒരു സെൽഫിന്റെ, ക്ലിയർ അല്ലേ? ആ ഒന്നിൽ നിന്ന് നമ്മൾ വ്യത്യസ്തത തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അതാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന മഹത്തായ ഭാരതത്തിന്റെ, അല്ലെ, സംസ്കാരത്തിന്റെ അടിവേര്, അല്ലെ? മഹാത്മജി പഠിപ്പിച്ച, അല്ലെ, ആ വ്യത്യസ്തതകളിൽ ഒന്നിനെ കാണാൻ കഴിയുക. മനസ്സിലാകുന്നുണ്ടല്ലോ? വ്യത്യസ്തതകളിൽ ഒന്നിനെ കാണാൻ കഴിയുന്നതാണ് കോൺഷ്യസ്നസ്. അവിടെ ഞാനെന്നോ നീയെന്നോ അവനെന്നോ അവളെന്നോ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും ഒന്നിനെ കാണാൻ കഴിയുന്ന അവസ്ഥ. ക്ലിയർ ആവുന്നുണ്ടോ? ഈ വ്യത്യാസം എപ്പോൾ ഇല്ലാതായി തീരുന്നോ അന്ന് നിങ്ങൾ ആ ഉയർച്ചയിലേക്ക് എത്തിത്തുടങ്ങുന്നു. ക്ലിയർ അല്ലേ? അന്ന് നിങ്ങൾ അങ്ങോട്ട് എത്തിത്തുടങ്ങുന്നു. ആ യാത്ര അതിമനോഹരമായ ജീവിതയാത്ര, മഹാന്മാരുടെ യാത്രയാണ്. ഇവിടെയാണ് മഹാന്മാര് പിറക്കുന്നത്. ക്ലിയർ അല്ലേ? ഇവിടെയാണ് മഹാന്മാരുണ്ടാവുന്നത്. മഹാന്മാര് സ്വയം എന്ത് ചെയ്യുന്നു? ആ മഹത്വം മനസ്സിലാക്കുന്നുണ്ട്. അവർ മനസ്സിലാക്കുന്നത് ഞാൻ മഹാനാണെന്നുള്ളതല്ല കേട്ടോ. അവർ ഉള്ളിലെ സ്വയം മഹത്വം മനസ്സിലാക്കുമ്പോൾ അത് സ്വന്തത്തിൽ മാത്രമല്ലെന്നും അതേ മഹത്വം എല്ലാവരിലും ഉണ്ടെന്നും മനസ്സിലാവുന്നുണ്ടോ? എന്റെ ഉള്ളിൽ മാത്രമല്ല മഹത്വമുള്ളത്, ഞാൻ മഹാനാണ് എന്ന് പറയുമ്പോൾ, അല്ലെ, നിങ്ങൾ പറയും ഞാൻ ഗ്രേറ്റ് ആണ്. എന്നോട് ഞാൻ ഗ്രേറ്റ് ആണ്, സാറ് സൂപ്പർ ആണെന്ന് പറയുമ്പോ, ഞാൻ എന്തോ വല്ലാത്ത വേറെ എന്തോ ഒരു കഴിവുള്ള ആളാണ്. അങ്ങനെ സംഭവമേ ഇല്ല. എന്റെ ഉള്ളിൽ നിങ്ങൾ എന്തെങ്കിലും മഹത്വം കാണുന്നുണ്ടെങ്കിൽ അതേ മഹത്വം എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഉള്ളിലുമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? കോൺഷ്യസ്നസിന്റെ തലം മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഒരു പക്ഷേ എന്നെ ക്ലാസ്സിനെ കുറിച്ചൊക്കെ ഒരുപാട് ഫീഡ്ബാക്ക് പറയുമ്പോ, അല്ലെ, എനിക്ക് നല്ല സന്തോഷമാണ്. പക്ഷെ ഞാൻ ചിന്തിക്കും, ഇതേ ആ മഹത്വമുള്ള ആളുകളാണ് എല്ലാവരും എന്ന് എനിക്ക് ഉൾക്കൊള്ളാനും ചിന്തിക്കാനും വിശ്വസിക്കാനും ആ ഒരു ഫീലിൽ നിന്ന് സംസാരിക്കാനും പറ്റുമ്പോൾ മാത്രമേ ആ കോൺഷ്യസ്നെസ് വർക്ക് ചെയ്യുകയുള്ളൂ. അതാണ് അതിന്റെ റിയാലിറ്റി, അതാണ് സത്യം. എല്ലാവരിലും ഈ മഹത്വമുണ്ട്, എല്ലാവരിലും ഈ മഹത്വമുണ്ട്. കാരണം ഈ മഹത്വത്തിൽ ഞാനെന്നോ നീയെന്നോ അവളെന്നോ അവനെന്നോ വ്യത്യാസമില്ല എന്ന് തിരിച്ചറിയുന്നു. അതാണ് കോൺഷ്യസ്നസ്. മനസ്സിലാകുന്നുണ്ടല്ലോ? അവിടെയാണ് നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ ഞാനിനെ കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. എങ്ങനെ? നമ്മളെ ഉള്ളിലെ യഥാർത്ഥ ഞാനിനെ അവിടെ കണ്ടെത്തുന്നു. അത് ഈഗോ അല്ല, ഈഗോ നശിക്കലാണ്.
ഈഗോ ഇല്ലാതായി തീരലാണ്, ഇരുട്ടില്ലാതായി തീരലാണ്. ആ വെളിച്ചമാണ് ഞാൻ എന്നാണ് തിരിച്ചറിയുന്നത്. ക്ലിയർ അല്ലേ? ആ തിരിച്ചറിഞ്ഞ പേരെന്താണ്? ആ വെളിച്ചമാണ് ഞാൻ. ആ വെളിച്ചം തന്നെയാണ് നീ. ആ വെളിച്ചം തന്നെയാണ് അവൾ. ആ വെളിച്ചം തന്നെയാണ് അവർ. ആ വെളിച്ചം തന്നെയാണ് ലോകം മുഴുവനും. അവിടെ നാടില്ല, അല്ലേ? അവിടെ സ്ത്രീ എന്നോ പുരുഷനെന്നോ, അല്ലേ, അല്ലെങ്കിൽ ഫാദർ എന്നോ മദർ എന്നോ മക്കളെന്നോ, അല്ലെങ്കിൽ എന്താണ് ജാതിയെന്നോ മതമെന്നോ അതിനപ്പുറത്തേക്കുള്ള ബോധതലമുണ്ട്. എന്നാൽ അവിടെ വിശുദ്ധിയുടെ മതമാണ് വർക്ക് ചെയ്യുന്നത്, അല്ലേ? അത് നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ട ഫിലോസഫി ഉണ്ടാകും. അതൊന്നും അതിനെതിരല്ല എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? നമ്മളുടെ മതവിശ്വാസം അതിനെതിരാവുന്നില്ല. കാരണം യഥാർത്ഥ മതവിശ്വാസം അതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അതാണ് അവിടെ. മറ്റെല്ലാം മറ്റെന്തൊക്കെയോ ആളുകൾ എന്തൊക്കെയോ പറഞ്ഞു വരുത്തിയ ഈഗോകൾ മാത്രമാണ് തിരിച്ചറിയുന്നത്. അതൊന്നുമല്ല യഥാർത്ഥ മതം, അതല്ല എന്ന് മനസ്സിലാവും. ക്ലിയർ അല്ലേ? യഥാർത്ഥ മതം അതല്ല എന്ന് മനസ്സിലാകും. ക്ലിയർ അല്ലേ? പുറമേ കാണുന്നതിനപ്പുറത്തേക്കുള്ള ഒരു വണ്ണസിന്റെ ആ ബ്യൂട്ടി ഉണ്ടല്ലോ, ആ സൗന്ദര്യമുണ്ടല്ലോ, അതറിയലാണ് കോൺഷ്യസ്നസ്. അവബോധത്തിന്റെ ശക്തി അതറിയലാണ് കോൺഷ്യസ്. അവിടെ ഒരു വ്യത്യാസവും തോന്നാത്ത വിധം നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ അറിയലാണ്. അവിശുദ്ധി അറിയലാണ്. ആ സുന്ദര ലോകത്തെ അറിയലാണ്. അതിലേക്കാണ് എന്ത് ചെയ്യുന്നത്? കോൺഷ്യസിന്റെ യാത്ര, സ്വയം തിരിച്ചറിവിന്റെ യാത്രയിലേക്ക് നമ്മൾ എത്തുന്നത്. അവിടെയാണ് നമ്മുടെ യഥാർത്ഥ കഴിവുകൾ പുറത്തു വരുന്നത് കേട്ടോ. അവിടെ നമ്മുടെ കർമ്മമണ്ഡലം ഓരോരുത്തരും, എന്റെ കർമ്മമണ്ഡലം ഇതാണ് സംസാരിക്കൽ. ഇതെന്ത് ചെയ്യാ? എന്റെ കർമ്മമണ്ഡലം ഇത് പറയലാണ്. എന്റെ കാരണം ഇത് എനിക്ക് ലഭിച്ചത് സംസാരിക്കാനുള്ള കഴിവാണ്, അല്ലെ? ഓരോരുത്തർക്കും ഓരോ ബ്ലെസ്ഡ് ആണ്. ഞാനിതിൽ ബ്ലെസ്ഡ് ആണ്, എനിക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കേൾക്കുന്നത്. ഇതേപോലെ എന്നെ പോലെ സംസാരിക്കാൻ ബ്ലെസ്ഡ് ആയുള്ള ആളുകളുണ്ട്, സംസാരിക്കൂ, അല്ലെ? അല്ലെങ്കിൽ മറ്റു പല മേഖലകളിലും ഉണ്ട് ഇതേപോലെ മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നു. വരൂ, അവിടെയെല്ലാം ഇത് വർക്ക് ചെയ്യുന്നു. കർമ്മമണ്ഡലത്തിൽ ഇത് അറിയണം കേട്ടോ. നമ്മളെ കർമ്മമണ്ഡലത്തിൽ ഇത് അറിയണം. കർമ്മവും ഈ രണ്ടായി നടക്കരുത്. ഇത് തന്നെയാണ് നമ്മൾ കർമ്മമണ്ഡലത്തിൽ വരുന്നത്. അത് ട്രെയിനിങ് ആയാലും കൗൺസിലിംഗ് ആണെങ്കിലും മറ്റ് സർവീസുകളാണെങ്കിലും ബിസിനസ് ആണെങ്കിലും ജോലിയാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ഏത് മേഖലകളാണെങ്കിലും അവിടെ ഈ ഒന്നിനെ അറിയുക. മനസ്സിലാകുന്നുണ്ടോ? അവിടെ കോൺഷ്യസ് ആവുക. അവിടെ കസ്റ്റമറോട് സംസാരിക്കുമ്പോ ഞാൻ എന്താണോ എന്റെ കസ്റ്റമറെ കുറിച്ച് വിചാരിക്കുന്നത് അത് തന്നെയാണ് എന്റെ കസ്റ്റമർ എന്ന് മനസ്സിലാവുന്നത്. മനസ്സിലായില്ലേ? എന്റെ കസ്റ്റമർ നല്ല മനുഷ്യനാണ്, എന്റെ കസ്റ്റമർ നല്ല മനുഷ്യനാണ് എന്ന് ചിന്തിക്കുമ്പോ അത് നല്ല മനുഷ്യനാണ്. അപ്പൊ എന്റെ കസ്റ്റമർ എന്റെ പ്രൊഡക്റ്റ് വാങ്ങുന്നു, അപ്പോൾ ആ പ്രൊഡക്റ്റ് അയാൾ വാങ്ങുന്നു. അതാ ബിസിനസ്സിലെ വളർച്ച. അറിയോ? എത്ര പേർക്കറിയാം? നമ്മൾ ആ വിശുദ്ധിയിൽ ഓരോരുത്തരെയും ആ പ്യൂരിറ്റിയിൽ കാണുമ്പോൾ നമ്മുടെ ബിസിനസ് വളരുന്നു എന്നുള്ളതാണ്. മുൻവിധിയില്ലാതെ, മനുഷ്യന്മാരെ മുൻവിധിയില്ലാതെ സംസാരിക്കാൻ പറ്റില്ല, അല്ലെ? അവിടെയാണ് മുൻവിധിയില്ലാതെ. ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ക്ലാസ് എടുക്കുന്ന ആളെ, എന്നെ പോലെ ആളുകൾ, മുന്നിലിരിക്കുന്ന ആളുകളെ, നിങ്ങളൊക്കെ എന്റെ മുന്നിലിരിക്കുന്നു, മുന്നിലിരിക്കുന്നവരെ മുൻവിധിയില്ലാതെ സംസാരിക്കാൻ പറ്റില്ല. ഒരു ട്രെയിനറുടെ ടീച്ചറുടെ കഴിവാണ് ഉണ്ടാവേണ്ട ക്വാളിറ്റി ഞാൻ എപ്പോഴും പറയാം. മുന്നിൽ കാണുന്ന കുട്ടികളെ, എന്റെ ശബ്ദം കേൾക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളെ നീ എന്താ ഇങ്ങനെ എന്ന് ചിന്തിക്കാൻ പാടില്ല, ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. മുൻവിധിയില്ലാതെ കുട്ടികളെ കാണാൻ, സ്വന്തം മക്കളെ, പാരന്റ് ആണെങ്കിൽ സ്വന്തം മക്കളെ ഒരാളിൽ ഒരാളെ വ്യത്യാസം, കമ്പാരിസൺ ഇല്ലാതെ, മുൻവിധിയില്ലാതെ കുട്ടികളോട് സംസാരിക്കുക. നീ എന്താ ഇങ്ങനെ? ഇല്ല, അങ്ങനെയൊന്നും അല്ല. അങ്ങനെ മുൻവിധിയോടെ കാണേണ്ടതല്ല. നിരുപാധിക സ്നേഹത്തോടെ ഒരു മുൻവിധിയില്ലാതെ നിങ്ങൾ സംസാരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു നിങ്ങൾ എന്താണോ കുട്ടിയെ കുറിച്ച് ചിന്തിച്ചത് അത് തന്നെയാണ് കുട്ടി എന്ന് മനസ്സിലാവും. മനസ്സിലായില്ലേ? നിങ്ങൾ എന്താണോ മറ്റുള്ളവർക്ക് ചിന്തിച്ചത് അത് തന്നെയാണ്, അല്ലാതെ മറ്റൊന്നുമേ അല്ല. മറ്റൊന്നുമേ അല്ല. ദാറ്റ് ഈസ് ദ പവർ ഓഫ് കോൺഷ്യസ്നസ്. ഇതാണ് പവർ ഓഫ് കോൺഷ്യസ്നസ്. ഈ അവബോധമാണ്. ഈ ബോധതലത്തിൽ നിന്ന് നമ്മൾ ലോകത്തെ നോക്കി കാണുമ്പോഴാണ് ലോകം എത്ര സുന്ദരമാണ്, എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു. അതാണ്
അതിന്റെ അല്ലേ? ലോകം എത്ര സുന്ദരമാണ്. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും ശരി, നമുക്ക് സൗന്ദര്യം മാത്രമേ കാണാൻ കഴിയൂ. നമ്മൾ കാണുന്നത് സൗന്ദര്യമാണ്. നമ്മൾ കേൾക്കുന്നത് സൗന്ദര്യമാണ്. നമ്മൾ പറയുന്നത് സൗന്ദര്യമാണ്. വൗ! എന്ത് രസമല്ലേ! ജീവിച്ചാലും ജീവിച്ചാലും കൊതി തീരാത്ത ജീവിതം. ജീവിതം മടുപ്പ് വരില്ല. അതാണ് പ്രത്യേകത. മടുക്കാത്ത ജീവിതം. പണ്ട് കവി പറഞ്ഞില്ലേ, ജീവിതം എനിക്ക് തരാൻ മടിക്കുന്നതൊക്കെയും ഞാൻ ജീവിതത്തോട് ചേർന്ന് നേടിയിടും. ഒരു കവി പാടിയത്. എങ്ങനെ? ജീവിതം എനിക്ക് തരാൻ മടിക്കുന്നതൊക്കെയും ഞാൻ ജീവിതത്തോട് ഒട്ടിച്ചേർന്ന് നേടിയിടും. എന്ത് മനോഹരമായ വരികൾ അല്ലെ? കേൾക്കുമ്പോൾ രോമാഞ്ചം കൊള്ളുന്നല്ലേ? എനിക്കത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലാണ്. അത് യുളീസസ് എന്നുള്ള കഥാപാത്രം ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അത് അല്ലേ? ഐ വിൽ ഡ്രിങ്ക് ലൈഫ് ടു ദ ലീസ്. വൈനിന്റെ പാത്രം ആണ് ഉദാഹരണം പറയുന്നത് അല്ലെ? അത് ഉദാഹരണം പറഞ്ഞ വൈനിന്റെ അവസാനം നമ്മൾ കഴിക്കുന്ന ജീവിതത്തിന്റെ മധുരത്തെ കുറിച്ച് എക്സാമ്പിൾ പറഞ്ഞതാണ് അല്ലെ? അതിന്റെ ഏറ്റവും അവസാനത്തെ തുള്ളി തീരുന്നത് വരെ ഞാൻ കുടിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നുണ്ട്. മനസ്സിലായി? നമ്മൾ ആ പാനീയം ജീവിതമാകുന്ന വൈനാണ്. അതല്ലാതെ അത് ചില ആളുകൾ വിചാരിച്ചത് എന്തായാലും അത് പുറമേ കാണുന്ന ബാറിന്ന് കിട്ടുന്ന വൈനല്ല അത്. ശരി, ജീവിതമാകുന്ന വൈൻ, ജീവിതമാകുന്ന വൈനിന് അതിന്റെ ഏറ്റവും അവസാനത്തെ തുള്ളി എന്താണ്? അത് കുടിക്കുവോളം, അത് കിട്ടുവോളം കുടിച്ചുകൊണ്ടേയിരിക്കണം. കുടിക്കുന്തോറും നമുക്ക് മനസ്സിലാവുന്നു അങ്ങനെ അവസാനിക്കുന്നില്ല. വീണ്ടും അത് ആ തുള്ളി വരുന്നു. ഞാൻ അവസാനിച്ചു എന്ന് വിചാരിച്ചു, പക്ഷെ അവസാനിക്കുന്നില്ല. ഇത് എവിടുന്ന് വരുന്നു? അത് അവസാനിക്കൂല. അവസാനിക്കാതെ അനന്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന അനർഘ നിമിഷങ്ങളാണ് ജീവിതമെന്ന് മനസ്സിലാകുന്നു. അതാണ് ദ പവർ ഓഫ് കോൺഷ്യസ്നസ്. അതാണ് ദ പവർ ഓഫ് കോൺഷ്യസ്നസ്. ഓക്കെ, ഉപകരിച്ചു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു തിരിച്ചറിവിനെ നമ്മൾ എന്ത് ചെയ്യാൻ? ശക്തമാക്കി കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഞാൻ അധികം നീട്ടി പറയുന്നില്ല. ഈ തിരിച്ചറിവിലേക്ക് നമ്മൾ സ്വയം വരിക എന്നുള്ളതാണ് ജീവിതത്തെ പൂർണ്ണമായും അതിന് സൗന്ദര്യത്തോടെ ജീവിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോ ഇതിന്റെ ഒരു എന്താ പറയുക, ഒരു നിങ്ങൾക്കുണ്ടായ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. കുറച്ചാളുകൾ രണ്ടു വാക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മള് എന്തൊക്കെ കിട്ടി, പ്രാക്ടീസിലൂടെ കിട്ടിയതും അതുപോലെ ക്ലാസ്സിലൂടെ കിട്ടുന്നതും ഒക്കെ ഗ്രാറ്റിറ്റ്യൂഡ് കുറഞ്ഞ വാക്കുകളിൽ പറയാനുള്ള അവസരമായിട്ട് ഞാൻ ഈ അവസരം നൽകുകയാണ്. 8 മണിന്റെ ഉള്ളിലെല്ലാം തീർക്കേണ്ടത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങോട്ട് നീങ്ങാതെ ടൈം ഒന്നുകൂടെ പിടിച്ചിട്ട് ചെയ്യാണ്. എനിവേ, എന്തായാലും ഞാൻ പറഞ്ഞത് കുറഞ്ഞ സമയത്താണെങ്കിലും കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. എനിവേ, യെസ്, ഇനി അവസരം കൊടുത്തോളൂ. ഇതിനെ കുറിച്ച് 2 വാക്കൊന്ന് പറഞ്ഞോളൂ കേട്ടോ. ഇതിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ EFT പ്രാക്ടീസിനെ കുറിച്ചോ മറ്റെന്തെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡും അവസരം കൊടുക്കും. കമോ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. Good morning, sir. ഗുഡ് മോർണിംഗ്. Good morning. Thank you, sir. Thank you. താങ്ക് യു. ഇന്നത്തെ ക്ലാസ് ഞാനിങ്ങനെ എന്തിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, എൻ്റെ ഉള്ളിൽ ചിന്തകൾ വരുന്നുണ്ടോ, അതെല്ലാം കണക്റ്റഡ് ആയിട്ട് എനിക്കത് അടുത്ത ദിവസങ്ങളിൽ എനിക്ക് ലഭിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ഐ ആം സോ ഹാപ്പി. ഗ്രേറ്റ്. എന്താ പറയാ, ഇപ്പൊ എപ്പോഴും നാവിൽ വരുന്നൊരു വാചകമാണത്. ഐ ആം സോ ഹാപ്പി വിത്ത് ഗ്രേറ്റ്ഫുൾ. ആ ഒരു യെസ്. സന്തോഷത്തോടു കൂടി തന്നെ ഇത് 4 വാചകങ്ങളാണ് എപ്പോഴും മൈൻഡിൽ വരിക. ഞാനത് എപ്പോഴും പറയുന്നുണ്ട്. EFTയിൽ എൻ്റെ കൂടെയുള്ള എല്ലാവരോടും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. മെഡിറ്റേഷനിൽ അത് തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട്. എപ്പോഴും നമ്മൾ ഈ പ്രസന്റിൽ ഹാപ്പി ആയിട്ടിരിക്കുക, അത് അനുഭവിച്ചറിയുക, ഫീൽ ചെയ്യുക, നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് നോക്കുക, നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കുക. അതിലൂടെ നമുക്ക് നമ്മളെ തന്നെ ഒരുപാട് മനസ്സിലാക്കാൻ കഴിയും. അതിന്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഓർക്കും. നമുക്കൊരു പരാതിയില്ല, ഒരു പരിഭവവും ഇല്ല, ഒന്നിനോടും ഇല്ല. സന്തോഷം, ഒരു റിയൽ ഹാപ്പിനെസ് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അത് EFTയിൽ വന്നത് കൊണ്ട് മാത്രം എനിക്ക് ലഭിച്ചതാണ്.
ഞാനത് പ്രൗഡ് ഫീലിംഗിൽ തന്നെ പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു. വലിയ സന്തോഷമുണ്ട്. ആസിയ ഷമീർ 23ാമത്തെ ബാച്ചിലെ മികച്ച പാർട്ടിസിപ്പന്റ്, ഒരുപാട് റിസൾട്ട് ഉണ്ടാക്കി ഒരുപാട് ആളുകൾ ലൈഫിൽ കൈപ്പിടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു സർ. താങ്ക് യു. യെസ്. അപ്പോ ചില ആളുകൾ ചോദിക്കാറുണ്ട് അടുത്ത ബാച്ചിനെ കുറിച്ച്. നമ്മുടെ ഈ ഒരു മൈൻഡ് മാസ്റ്റർ സെക്കൻഡ് ബാച്ച് ജൂൺ 4-ാം തീയതിയിലേക്ക് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ടെന്ന് അറിയിച്ചിരുന്നു. കുറച്ച് ടീമൊക്കെ ഒന്ന് കുറച്ച് തിരക്കിലായിരുന്നു, കുറച്ച് ഹറിബറി ആയിരുന്നു കുറെ കാര്യങ്ങൾ. അപ്പോൾ 30-ാം തീയതി പറഞ്ഞ നമ്മുടെ മൈൻഡ് മാസ്റ്റർ ജൂൺ 4-നാണ് എന്നാണ് അറിയിച്ചത്. ഓക്കെ, ഞാൻ അറിയിക്കുകയാണ്. അപ്പൊ ആരെങ്കിലും ഇനി ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ തീയതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, പറഞ്ഞോളൂ. ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ളത്, ഇന്നലെ ബേബിന്റെ പൊസിഷൻ ഞാൻ പറഞ്ഞല്ലോ, ഫ്ലാറ്റ് പൊസിഷനിലായിരുന്നു സ്കാൻ ചെയ്യാൻ പോയപ്പോ. ആ സമയത്ത് ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ട് എല്ലാരോടും വിഷ് ചെയ്യാനൊക്കെ പറയുന്നത്, കാരണം ഹെഡ് ഡൗൺ പൊസിഷനിലേക്ക് ബേബിനെ ഇതാക്കണം. അത് അൽഹംദുലില്ലാ ആ കാര്യത്തില് അവിടെ ചെന്നപ്പോ ഹെഡ് ഡൗൺ പൊസിഷനിലാണ്, ബേബിന്റെ ഒന്നും പ്രശ്നമല്ല അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. പ്ലസ് അൽഹംദുലില്ലാ. പിന്നെ പ്ലസന്റേത് കുറച്ച് അതേപോലെ തന്നെ ഇൻഷാ അല്ലാ അതും 2 ആഴ്ച സമയം പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അപ്പൊ അത് അൽഹംദുലില്ലാ റാഹത്താവും എന്നുള്ള നല്ല വിശ്വാസം ഉണ്ട് ഇൻഷാ അല്ലാ. ഇന്നത്തെ സാറിന്റെ ക്ലാസ് ഒരുപാട് കണ്ടന്റ് ഉണ്ട് കേട്ടോ. കാരണം എന്താ, ഇപ്പോ കുറെ ആൾക്കാർക്ക് ജീവിച്ചു വരുമ്പോ ഈ അമ്മായിമ്മമാരല്ലേ, ഞാൻ എന്റെ മനസ്സിലത് സ്ട്രൈക്ക് ചെയ്തതാണ്. ചില എന്താ മരക്കളൊക്കെ വീട്ടിലേക്ക് കയറി വരുമ്പോ ഇവള് കാരണമാണ് ഇങ്ങനെ ലൈഫ് പ്രശ്നത്തിലാവുന്നത്, അങ്ങനെ ഒരു തോട്ടുള്ള കുറെ അമ്മായിമ്മമാരും കുടുംബക്കാരും ഉണ്ട്. പക്ഷെ അതൊന്നും അല്ല, അവള് അങ്ങനെയാണെങ്കിൽ ഞാനും അങ്ങനെ തന്നെയാണെന്നുള്ള ചിന്തിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് അവരിലേക്ക് വന്നാല് അൽഹംദുലില്ലാ ഒരു കുടുംബം, ഒരു സമൂഹം തന്നെ മാറ്റിയെടുക്കാൻ ഈ EFT എന്ന ഒരു ഇതുകൊണ്ട് സാധിക്കും എനിക്ക് തോന്നി. കാരണം ഇപ്പൊ സമ്പന്നരായ ആൾക്കാരും പാവപ്പെട്ട ആൾക്കാരും കല്യാണം കഴിക്കുന്ന സമയത്ത് അവള് ചെറിയ വീട്ടിൽ നിന്ന് വന്നതോടെ നമ്മളെ വീട് ഇങ്ങനെ, അങ്ങനത്തെ ഒരു തോന്നല് ചില ഒരുപാട് കുടുംബങ്ങൾക്ക് ഉണ്ട്. പക്ഷെ അവർക്കൊക്കെ EFT എന്ന് പറയുന്ന ഈ സംഭവം പാസ് ചെയ്ത് കഴിഞ്ഞാല് ദുനിയാവ് തന്നെ നന്നാവും എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് പാവപ്പെട്ട കുട്ടികളും പെൺകുട്ടികളാണെങ്കിലും ആരെങ്കിലും വിഷമിക്കുന്നുണ്ട്. ഈ അവയർനെസ് അവർക്ക് ഇല്ലാത്തോണ്ടല്ലേ. ഞാൻ എന്താ ചിന്തിക്കുന്നത് അതുപോലെ തന്നെയാണ് ആ വരുന്ന കുട്ടിയും ആ വരുന്ന ആ ഒരു ആ കുടുംബവും എന്നുള്ളത് ചിന്തിക്കാൻ ഓരോ ഉമ്മമാർക്കും ഓരോ ഉപ്പമാർക്കും ഓരോ ആൾക്കാർക്കും കഴിഞ്ഞാല് ഈ ലോകം എത്ര സുന്ദരമാണ്. അതിനൊക്കെയുള്ള കണ്ടന്റ് സാറിന്റെ ഓരോ ക്ലാസ്സിലും ഞാൻ അത് അങ്ങനെയാണ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കണ്ടന്റ് ഉണ്ട് അൽഹംദുലില്ലാ. അത് എല്ലാവരിലേക്ക് എത്തിക്കട്ടെ. കാരണം ദുനിയാവ് എത്ര സുന്ദരാവും, ഒരുപാട് പെണ്ണുങ്ങളെ കണ്ണീരില്ലാതെയാവും. താങ്ക് യു സോ മച്ച്. നമ്മൾ ആഗ്രഹം അതല്ലേ, ഒരുപാട് ആൾക്കാർ സന്തോഷം കാണുക ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. താങ്ക് യു. ഓക്കെ, കുറെ ആളുകൾ കണക്ട് ചെയ്യാൻ ചോദിക്കാം. ചാറ്റ് ബോക്സിൽ ഡീറ്റെയിൽ ഒക്കെ ഉണ്ട് കേട്ടോ, വേണ്ടവർ കണക്ട് ചെയ്യാം. ഇപ്പൊ തസ്ലിയ പറഞ്ഞ പോലെ കുറെ ആളുകൾ കണക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് എന്നെ സന്തോഷം അറിയിക്കാം. കുറെ ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, എല്ലാവരും സന്തോഷം അറിയിക്കാം കേട്ടോ. കണക്ട് ചെയ്യാം കേട്ടോ, നമ്പർ കൊടുത്തു. ഓക്കെ, നീ ആരാണ്? ഹായ് സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടു ഓൾ. താങ്ക് യു ഓൾമൈറ്റി. ഒരുപാട് സന്തോഷം. ഐ എം സോ ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ്. ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. നമ്മളൊക്കെ എത്രത്തോളം ഭാഗ്യം ചെയ്തവരാണ്. ഇതുപോലെ ഒരു ഗുരുനാഥൻ, ഇതുപോലെ ഈ EFT ഇത് ചെയ്യാൻ എനിക്ക് സാധിച്ചു. ഞാൻ എത്രത്തോളം ഭാഗ്യവതിയാണ്. ഞാൻ എപ്പോഴും എന്നോട് പറയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും എന്റെ സ്വന്തത്തെ ഒരുപാട് കുറ്റപ്പെടുത്തി. പക്ഷെ ഞാൻ എപ്പോഴും ഇപ്പൊ എന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ഞാൻ എപ്പോഴും എന്റെ ഉള്ളിലേക്ക് കൊടുക്കുന്ന ഐ ലവ് മൈസെൽഫ്, ഐ അക്സെപ്റ്റ് മൈസെൽഫ് ആൻഡ് ഐ ഫോർഗീവ് മൈസെൽഫ്. ഞാൻ എപ്പോഴും പറയും. എന്നോട് ചോദിക്കുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും, ഇതായിരുന്നു എന്റെ വാചകം. കാരണം എന്റെ ഉള്ളിലേക്ക് ഞാൻ പോസിറ്റീവ്സ് കൊടുത്തപ്പോ ഇപ്പൊ എല്ലാം പോസിറ്റീവാണ്. എല്ലാവരെയും ഇപ്പൊ സ്നേഹിക്കാൻ കഴിയുന്നുണ്ട് സാർ, നിരുപാധികമായിട്ട് സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴാണ് ഞാൻ ആ കറക്റ്റ് അവയർനെസ്സിലേക്ക് എത്തിച്ചേർന്നത്. ഒരുപാട് സന്തോഷമാണ്, ഒരുപാട് സ്നേഹമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വരിക, EFTയിലേക്ക് വരിക. നിങ്ങൾ ഇതൊക്കെ അനുഭവിച്ചറിയുക. ഞങ്ങൾ പറയുന്നതിലൂടെയല്ല, നിങ്ങൾ അനുഭവിക്കണം. നിങ്ങൾ അനുഭവിച്ചാലേ നിങ്ങൾക്കത് കൂടുതൽ എനിക്ക് മനസ്സിലാവുകയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു ഓൾ. എല്ലാവരോടും സന്തോഷവും സ്നേഹവും, ഹൃദയം നിറഞ്ഞ സ്നേഹം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച് അനീഷ്. ഓക്കെ, നീ ആരാണ്? കുറച്ച് സമയം കൂടെ കേട്ടോ, പെട്ടെന്ന് പറയാം കേട്ടോ.
4 മിനിറ്റ് സമയം. ഹലോ കറക്റ്റ് സാർ, 8 മിനിറ്റ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വീഡിയോയിൽ വരാൻ കഴിയാത്ത അവസ്ഥയിലാണ് ആ സാർ. സാറിന്റെ ക്ലാസ്സിന് എത്ര പറഞ്ഞാലും മതിയാവില്ല. അത്രയും നല്ല തളർന്നിരിക്കണ നേരത്തെ ഒരു തുള്ളി വെള്ളം കിട്ടണ മാതിരി സാറിന്റെ ക്ലാസ്. എത്ര പറഞ്ഞാലും മതിയാകാത്ത ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സും രാവിലത്തെ മെഡിറ്റേഷനും സൂപ്പറാണ്, പറഞ്ഞാൽ തീരില്ല. അത്രയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇതിലൂടെ നേടിയിട്ടുണ്ട് ഞാൻ. സാർ താങ്ക് യു സാർ, താങ്ക് യു. ഇതിൽ ഇനി ഒരുപാട് പഠിച്ചതിനോട് എത്ര നന്ദി പറയാം. EFT-യിൽ എത്തിയതിനാണ് എപ്പോഴും ഞാൻ നന്ദി പറയാം. EFT-യിൽ എത്തിച്ചല്ലോ സാർ, പഠിച്ചവനെ കണ്ടാൻ എപ്പോഴും നന്ദി പറയാം. എല്ലാവരും അതിൽ എത്രയെന്ന് പ്രാർത്ഥന മാത്രമേ എനിക്ക്. താങ്ക് യു സാർ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓക്കെ, പറയൂ മുംതാസ്, ഷാക്കിറ, ആയിഷ. പെട്ടെന്ന് പറയൂ ആരാ. Hello sir, I am healthy, I am happy, I am grateful. EFT-യിൽ വന്നതിന്റെ നമ്മള് പറഞ്ഞു കിടത്തിലുണ്ട്. ആദ്യം ഇങ്ങനെ പറഞ്ഞാൽ ഡെലിവറി വട്ടായി ക്ലാസ് കേട്ടിട്ടൊക്കെ പറഞ്ഞിരുന്നു. അതിന്റെ നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു അനുഭവം അത് നമ്മൾ കഴിഞ്ഞ് മൈൻഡില് കൊടുത്തിട്ടായാലും കൊടുക്കാതായാലും നമ്മള് പറയുന്നതിന്റെ ഒരു പവർ വേറെ തന്നെയാണ്. അൽഹംദുലില്ലാഹ് EFT-യിൽ വന്നതിന്റെ ശേഷം നമ്മുടെ ഹോസ്പിറ്റൽ കേസ് ഇപ്പൊ എത്ര ഗുളിക ഞാൻ നിർത്തി. അൽഹംദുലില്ലാഹ് അതാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു ഇത്. നമ്മള് എന്ത് വേദന വന്നാലും ആദ്യം നമ്മള് ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നു. അപ്പൊ മക്കൾക്കായാലും എന്ത് അസുഖം വന്നാലും നമ്മളത് ഒരു ടാപ്പ് ചെയ്താല് അത് നേരം വെക്കുമ്പോഴത്തേന് മാറുന്നുണ്ടായി. എന്താ അത്ഭുതം എന്ന് അറിയില്ല. അപ്പൊ നമ്മുടെ മൈൻഡ് തന്നെയാണ് എല്ലാത്തിനും കാരണം എന്നുള്ളതൊക്കെ EFT-യിൽ വന്നതിന്റെ ശേഷമാണ് മനസ്സിലായത്. അൽഹംദുലില്ലാഹ് എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. താങ്ക് യു സാറിന് ഒരുപാട് നന്ദി. താങ്ക് യു ഷാക്കിറ. അപ്പോ പെട്ടെന്ന് പറയൂ കേട്ടോ. അതിന്റെ പേയാണ് മുംതാസ്, ഐഷ. പെട്ടെന്ന് ഓരോ മിനിറ്റ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സാറൊക്കെ വയനാട്ടിൽ പോയി അഡ്വാൻസ് കഴിഞ്ഞ ഫോട്ടോയൊക്കെ കണ്ടപ്പോ ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത എനർജി, എല്ലാം ഹാപ്പി ആയിട്ടൊന്നുമില്ല. ഞങ്ങൾ വിഷ്വൽ ചെയ്തുകൊണ്ടിരുന്നു. മഴയൊന്നും ഇല്ലാതെ നല്ല എല്ലാം സുന്ദരമായിട്ട് ശാന്തമായി ഹൃദയമനശാലിയായി വരാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഞാൻ അഡ്വൈസ് ചെയ്തു പറയുന്നു. താങ്ക് യു. എവിടെ ഹൃദയമൊക്കെ ഇപ്പൊ വിശാലമായി കൊണ്ടിരിക്കുന്നു. എനിക്ക് ഇപ്പോൾ സ്നേഹം മാത്രം, അൺകണ്ടീഷണൽ ലവ്. എന്നെ സ്നേഹിക്കുന്നു, മറ്റുള്ളവരെ സ്നേഹിക്കുന്നു, മറ്റുള്ളവർ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള തോട്ട് മാത്രം. എന്റെ ഫാമിലി. അടിപൊളി, കൺഗ്രാറ്റുലേഷൻ. ഓക്കെ മുംതാസ്. ഹലോ സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ് ഒരുപാട് ഫീൽ ചെയ്ത ക്ലാസ് ആയിരുന്നു. ഒരുപാട് അതിന് ഒരുപാട് നോട്ട്സുകൾ കിട്ടി. അതേപോലെ ഇന്നത്തെ ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞാല് ഞാൻ ആഗ്രഹിച്ചതായിരുന്നു ഒരു ഫോർഗീവ്നെസിന്റെ മെഡിറ്റേഷന്. അത് വിചാരിച്ചു നിൽക്കുമ്പോഴാണ് അത് വന്നത്. അപ്പൊ എനിക്ക് നല്ലോണം പുറം വേദനിച്ചു ഫസ്റ്റില് ചെയ്തപ്പോ. പിന്നെ അത് രണ്ടാമത് ചെയ്തപ്പം കുറഞ്ഞ് ഫുൾ 0 ആയി. ലാസ്റ്റ് എനിക്ക് ആ പുറം വേദന പൂർണ്ണമായിട്ടും പോയി. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ചെറുതായി ചിന്തിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പൊ വലുതായി ചിന്തിക്കാൻ സാറാണ് എന്നെ പഠിപ്പിച്ചത്. ഒരുപാട് താങ്ക് യു. പിന്നെ ഏതൊരു ടെൻഷൻ വന്നാലും ആ ടെൻഷന് റിക്കവർ ചെയ്യാനും ഈ EFT-യിലൂടെ വന്നതോടെയാണ് സാധിച്ചത്. ടെൻഷൻ വരുന്നുണ്ട്, പക്ഷെ എന്താണ് അതിനെ റിക്കവർ ചെയ്യാൻ പറ്റുന്നു. ഇറ്റ്സ് ഓക്കെ എന്നും പറഞ്ഞാണ്ട് റിക്കവർ ചെയ്യാൻ പറ്റുന്നു. അതേപോലെ മിനിയാന്ന് എനിക്ക് എന്താ അറിയില്ല, രാത്രി ഒരു 2 മണിക്ക് തുടങ്ങി ഒരു ഛർദിന്റെ ഒരു ബുദ്ധിമുട്ട്. അതായത് ഇങ്ങനെ വായിലൊക്കെ ഇങ്ങനെ വെള്ളം വന്നാണ്ട്. അപ്പൊ അങ്ങനെ ഉറക്കത്തിന് എണീറ്റ് പിന്നെ ഞാൻ വാഷ് ചെയ്ത് അങ്ങനെ റെഡി ആയി കിടന്നു. പക്ഷെ ഞാൻ അതിന്റെ ശേഷം പിന്നെ ഒന്നായിട്ട് വൊമിറ്റ് ചെയ്ത് ഫ്രഷ് ആയി. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇത്രയും എനിക്ക് അതിന്റെ തലേന്നും ഇത്രയും ദിവസങ്ങളായിട്ട് നല്ല ഉറക്കം എനിക്ക് തന്നു റബ്ബ്. പക്ഷെ ഞാൻ ഈ ഉറക്കിന് ഇത്രയും വാല്യൂ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവില്ലായിരുന്നു. പക്ഷെ അതിന് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പഠിച്ചു. അതായത് ഇനിയിപ്പോ പണ്ടത്തെ അവസ്ഥയിലൊക്കെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയില്ലായിരുന്നു. പക്ഷെ സാറിന്റെ ക്ലാസ്സിൽ വന്നാൽ ആ ഉറക്കിന്റെ ഫീലിംഗ്, ആ ഒരു ഇത് പറഞ്ഞ് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പഠിച്ചു. ഒരുപാട് താങ്ക് യു സർ, സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ, വലിയ സന്തോഷം, കൺഗ്രാറ്റുലേഷൻസ്. ഇത്രയും നേരം ക്ലാസ് കേട്ടു, നല്ല രീതിയിൽ കാര്യങ്ങൾ ഉൾക്കൊണ്ടു, നല്ല ഫീഡ്ബാക്കുകൾ പറഞ്ഞു. എല്ലാവരോടും ഒരിക്കൽ കൂടെ എന്റെ സന്തോഷം അറിയിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ കോഴ്സിൽ ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും ജോയിൻ ചെയ്ത ഞാൻ വളരെ ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്.
നമ്മുടെ വൈൻ മാസ്റ്ററിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ വരിക. ഉള്ളിൽ നിന്ന് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിക്കാണ് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ കോഴ്സ് ചെയ്ത ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ നല്ല പ്രാക്ടീസ് തുടരണം, നിർത്തരുത്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് പ്രാക്ടീസ് നിർത്തുക എന്നുള്ളത്. തീരെ ഇഷ്ടമില്ല. പ്രാക്ടീസ് ചെയ്യുന്ന ഇതേപോലെ റിസൾട്ട് ഒന്ന് പറയണം. എല്ലാവർക്കും വിളിച്ചുണ്ടാവണം. ലോകം മൊത്തം സുന്ദരമാവട്ടെ. ഓക്കെ, ഹാവ് എ ഗ്രേറ്റ് ഡേ. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ബൈ. Hello. Thank you. Thank you very Thank you, much. sir. Thank you, sir. Thank you so much. Thank you.